എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ അന്തിമ റാങ്ക് ലിസ്റ്റും ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുന്നത് ഉച്ചയ്ക്ക് 2 മണി വരെ നീട്ടിവെച്ചിരിക്കുന്നു എന്നുള്ളത് വെബ്സൈറ്റിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2 മണിക്ക് ശേഷമായിരിക്കും വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുക. അപ്പോൾ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സൈഡിലായിട്ട് തന്നെ, അതായത് ഈ ഒരു ചെക്ക് റിട്രൈ പേയ്മെന്റ് എന്നുള്ളതിന് മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറോ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ നൽകി നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി നൽകിക്കൊണ്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും മറ്റും അറിയുന്നതിനുള്ള ലിങ്കും ഈ ഒരു പേജിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ 2 രീതിയിലാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. ഒന്ന് ടെമ്പററി അഡ്മിഷൻ, രണ്ടാമത്തേത് പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് ജോയിനിങ് ബേസ്ഡ് ഓൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇത് ഡേറ്റ് പ്രകാരം ഈ ഒരു 4-ാം തീയതി വരെയാണ് നൽകിയിട്ടുള്ളത്, അതായത് ജൂലൈ 4-ാം തീയതി വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ജോയിൻ ചെയ്യാം. റിപ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെമ്പററി അഡ്മിഷനും ജോയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെർമനൻറ്റ് അഡ്മിഷനുമാണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം, റിപ്പോർട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു കോളേജിൽ പോവുകയും പ്രത്യേകിച്ച് ഫീസൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം കോളേജിൽ പോകുക, അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് പോളിടെക്നിക്കൽ കോളേജിൽ പോയാൽ മതി. അതിനുശേഷം അവിടെ നിന്നും നിങ്ങൾ ആ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അവിടെ ഞാൻ താൽക്കാലികമായിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് വന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷനിൽ തുടർന്നു, ആ ഒരു സീറ്റ് നിങ്ങൾ കൺഫേം ആയി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള എന്ന് പറയുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഒന്നും കോളേജിൽ കൊടുക്കേണ്ടതില്ല. ജസ്റ്റ് ആ ഒരു പോളിടെക്നിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്ത് പോകുക. അതിനുശേഷം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ വെരിഫൈ ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ടെമ്പററി ആയിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അതായത് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടെ രേഖപ്പെടുത്തും. ഈ ഒരു ടെമ്പററി അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാൻ സാധിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പോർട്ടിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല, റിപ്പോർട്ട് ചെയ്യാത്തത് കാരണം തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പോളിടെക്നിക്കൽ കോളേജിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സീറ്റിൻ്റെ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ജോയിനിങ് എന്ന് പറയുന്നത് പെർമനൻറ്റ് അഡ്മിഷനാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പോയിക്കൊണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരു പെർമനൻറ്റ് അഡ്മിഷൻ നേടാം. അപ്പോൾ ആവശ്യമായിട്ടുള്ള ഫീസും അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കറക്റ്റായിട്ട് എത്ര രൂപയാണ് നിങ്ങൾ ഈ ഒരു, അതായത് ഈ ഒരു ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ഈ ഒരു ജൂലൈ 10-ാം തീയതിയും അതിനുശേഷം അതിൻ്റെ അഡ്മിഷൻ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ വരുന്നത് ഈ ജൂലൈ 15-ാം തീയതി വരെയുമാണ്. അതിനുശേഷം ക്ലാസ്സുകൾ ജൂലൈ 18-ാം തീയതിയും അതിനുശേഷം പിന്നീട് സ്പോട്ട് അലോട്ട്മെൻറ്റുകളാണ് നടക്കുക. അപ്പോൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം പിന്നീട് ജില്ലാ തലത്തിലുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റാണ് നടക്കുന്നത്. അതിനുശേഷം പിന്നീട് സ്പോട്ട് അഡ്മിഷനും അതുപോലെ തന്നെ, അതായത് പിന്നീട് സെക്കൻഡ് തേർഡ് സ്പോട്ട് അഡ്മിഷൻ അതത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വെച്ചിട്ടാണ് നടക്കുന്നത്. അതായത് നിങ്ങൾക്ക് എവിടെയാണോ, ഏത് പോളിടെക്നിക്കൽ കോളേജിലാണോ നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ടിൽ പങ്കെടുക്കാൻ താല്പര്യം, അവിടെ പോയിട്ട് പങ്കെടുക്കുന്നതാണ് പിന്നീടുള്ള സെക്കൻഡ് ആൻഡ് തേർഡ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. ആ ഒരു ആദ്യം വരുന്ന സ്പോട്ട് അഡ്മിഷൻ ജില്ലാ തലത്തിലുള്ളതാണ്. അപ്പോൾ ജില്ലാ തലത്തിലുള്ള നോഡൽ പോളിടെക്നിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ആ ഒരു ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുക. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഉച്ചയോടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് എത്ര രൂപയാണ് ഫീസ് ആവുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പ്രോസ്പെക്ടസ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അനക്സ്റ്റർ ആൻഡ് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസിൻ്റെ ഒക്കെ PDF നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDF ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഡോക്യുമെൻറ്റ് കൊണ്ടുപോകണം എന്ന് മാത്രമാണുള്ളത്. എന്നാൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒന്നും അവിടെ കൊടുക്കണം എന്നില്ല. ജസ്റ്റ് ആ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രം ഡോക്യുമെൻറ്റ് എടുക്കണം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസ്പെക്ടസ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ഒരു പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ എടുക്കേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്. അത് നിങ്ങൾക്ക് SSLCയോ അല്ലെങ്കിൽ THSLCയോ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്നതായിട്ട് SSLC അല്ലെങ്കിൽ THSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. നിങ്ങൾ VHSC കോട്ടയിൽ റിസർവേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ഈ ഒരു VHSCയുടേത് കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അടുത്തതായിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു വയനാട് ജില്ലയിൽ നിങ്ങൾ ജനിച്ചവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വയനാട് ജില്ലയിൽ ജനിച്ചതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ്, അത് ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ കൂടി വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എല്ലാം എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വയനാട് ജില്ലയിൽ നിങ്ങൾ
പഠിച്ചിട്ടുണ്ട്, അതായത് 5 വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള സംബന്ധിച്ചുള്ള ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നൽകിയിട്ടുള്ള, അതായത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നൽകിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അതുപോലെ നിങ്ങളുടെ സെൽഫ് ഡിക്ലറേഷനും ആവശ്യമാണ്. അതുപോലെ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഈ ഒരു വയനാട് ജില്ലയിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആ ഒരു സ്കൂളിൽ നിന്ന് നൽകുന്ന ഒരു അതായത് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയതും ആ ഒരു വയനാട്ടിൽ നിന്നാണ് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് നിങ്ങൾക്ക് അനക്സ്റ്റർ എയിൽ നൽകിയിട്ടുണ്ട്. അനക്സ്റ്റർ എ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പോളി വെബ്സൈറ്റിൽ അനക്സ്റ്റർ ആൻഡ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ചുള്ള ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അനക്സ്റ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ടുള്ളത് നിങ്ങൾ കേരളയിട്ടാണെന്ന് തെളിയിക്കുന്ന ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റാണ്. അത് നിങ്ങൾ കേരളത്തിലാണ് നിങ്ങളുടെ ബർത്ത് പ്ലേസ് എന്ന് തെളിയിക്കുന്ന ആവശ്യമായിട്ടുള്ള, അത് പ്ലേസ് ഓഫ് ബർത്ത് എന്ന് തെളിയിക്കുന്ന ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ബർത്ത് പ്ലേസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കേരളത്തിലാണ് എന്ന് തെളിയിക്കണം. അതുപോലെ നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെയോ ഈ ഒരു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ SSLC പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾ SCBSE വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ SC ST വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു തഹസിൽദാർ നൽകുന്ന ഈ ഒരു ഒറിജിനൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ SCBSE വിഭാഗത്തിൽപ്പെട്ട് ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ മക്കൾ ആണെങ്കിൽ, അതായത് SCBSE വിഭാഗത്തിൽ അതായത് ഇവയിൽ ഓരോന്നിലുമാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും പെടുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതായത് അവർ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ മക്കളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അത് വില്ലേജ് ഓഫീസർ നൽകുന്ന ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ ബോഡി അലോങ് വിത്ത് SSLC, അതായത് നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് അതുപോലെ തന്നെ അതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നത് അതിന് പകരമായിട്ടല്ല, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേരുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾ SSC ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർ ഇൻ്റർകാസ്റ്റ് മാരേജ് ആണ്. അതായത് നിങ്ങളുടെ അച്ഛൻ SC അല്ലെങ്കിൽ അമ്മ ST ആണെങ്കിൽ അവർ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതായത് 2 വിഭാഗങ്ങളിൽ നിന്നും കല്യാണം കഴിച്ചതായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇൻ്റർകാസ്റ്റ് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തവരുടെ മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റവന്യൂ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് മാരേജ് സർട്ടിഫിക്കറ്റ് ആൻഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പേരിലുള്ളതായിരിക്കണം. മാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്തവർ മാത്രമാണ് ഈ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുപോകേണ്ടതുള്ളൂ. ഈ ഒരു ഡീറ്റെയിൽസ് ഒന്നും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ അത് തെളിയിക്കുന്ന ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ നിങ്ങൾ ഡിഫറൻഷ്യലി ഏബിൾഡ് അതായത് PWD അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്, അതായത് നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫ്രം മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്യൂഷൻ ഫീ വേവർ അതായത് സ്കീം ഫോർ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് കാറ്റഗറീസ് ഉള്ളവർ ആണെങ്കിൽ നിങ്ങളുടെ വാലിഡ് ഇൻകം സർട്ടിഫിക്കറ്റ് അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതായത് 8 ലക്ഷം രൂപക്ക് ഈക്വലോ അല്ലെങ്കിൽ അതിന് താഴെയോ ആയിരിക്കണം നിങ്ങളുടെ ആ ഒരു ആനുവൽ ഫാമിലി ഇൻകം. അപ്പോൾ അങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാം, ആ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അടുത്തതായിട്ട് EWS കാറ്റഗറി ഉള്ളവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് ഷോയിങ് ദ റിലേഷൻഷിപ്പ് ഓഫ് ദ കാൻഡിഡേറ്റ് വിത്ത് ദ പാരൻസ് സച്ച് ആസ് റേഷൻ കാർഡ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്. അതായത് നിങ്ങളുടെ പാരൻറ്റും അതുപോലെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം, അതായത് നിങ്ങൾ പാരൻറ്റ് നിങ്ങളുടെ ആരാണ് എന്നുള്ളത്, അതായത് രക്ഷിതാർത്ഥവും വിദ്യാർത്ഥിയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേരുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പാസ്പോർട്ട്, ആധാർ, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ടുള്ളത് ഹയറിംഗ് ഇമ്പേഴ്സ് വിദ്യാർത്ഥികൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫീ കൺസെഷൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടി, അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇൻകത്തിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലക്ഷമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ TC അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ അവസാനമായിട്ട് എവിടെയാണ് പഠിച്ചത് അവിടെ നിന്നുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് എഡ്യൂക്കേഷൻ കൺസെഷൻ ഫോർ OIC ആസ് പെർ അനക്സ്റ്റർ D, അതിൽ ഉള്ളത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് എ കമ്മ്യൂണിറ്റി അനക്സ്റ്റർ, അതായത് നിങ്ങൾക്ക് OIC വിഭാഗത്തിൽ ഏകദേശം 30ഓളം വിഭാഗങ്ങൾക്ക് ഫീ കൺസെഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾക്ക് ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നൽകിയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ അതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഇനി നമുക്ക് ഫീസ് ഡീറ്റെയിൽസ് നോക്കാം, എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് 3 വർഷം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് 3 വർഷം, ഇൻകം സർട്ടിഫിക്കറ്റിന്
1 വർഷം, EWSന് 1 വർഷം, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് 1 വർഷം, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് 1 വർഷം ആണ് വാലിഡിറ്റി, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് ഈ വാലിഡിറ്റി ഇത്ര വർഷം എന്നില്ല, എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ഫീസാണ്. ഫീസ് ഇത്രയാണ് നിങ്ങൾക്ക് 1 വർഷം വരുന്ന ഫീസ് എന്ന് പറയുന്നത്. ഇത് ഫീസ് വരുന്നത് ഗവൺമെൻറ് ഓർ എയ്ഡഡ് പോളിടെക്നിക് കോളേജിൽ ഈ ഒരു ഫീസാണ് വരിക. ടോട്ടലായിട്ട് ഇത്ര ഫീസാണ് വരുന്നത്. അതായത് പെർ ഇയറുള്ള ഫീസ് ഉണ്ട്, അതുപോലെ തന്നെ പെർ സെമസ്റ്റർ ഫീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഫീ കൺസെഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇതിൽ നിന്നും വളരെയധികം കുറവ് ഫീസ് മാത്രമായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് ഈ ഒരു PD കാറ്റഗറിയിലുള്ളവർക്ക് എത്ര രൂപയാണ് ഉള്ളത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് IHRD കോളേജിലുള്ള ഫീസാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോസ്റ്റ് ഷെയറിംഗ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ക്യാപ്പ് കോളേജിലുള്ള ഫീസാണിത്. അതുപോലെ തന്നെ ഗവൺമെൻറ് സീറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് സീറ്റ് ഇൻ സെൽഫ് ഫിനാൻസ് കോളേജ് പോളിടെക്നിക് കോളേജിലുള്ള ഫീസാണ് ഇത്ര പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള സെപ്പറേറ്റ് ഫീസ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു PDF തന്നെ കറക്റ്റായിട്ട് അത് പ്രോസ്പെക്ടസിൽ തന്നെ എത്ര രൂപയാണ് ഫീസ് നിങ്ങൾക്ക് വരിക എന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡൗൺലോഡ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു അനക്സ്റ്ററും മറ്റു കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുക. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് സൈറ്റ് സ്ലോ ആണോ ഡൗട്ടുണ്ട്, കാരണം ആ ഒരു പേജിലേക്ക് പോകാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം അനക്സ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു അനക്സ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആവശ്യമുള്ള അനക്സ്റ്റേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അനക്സ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോം എന്നാണ്, അതായത് അനുബന്ധം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന്, സ്കൂളിൽ നിന്നോ മറ്റോ അതൊക്കെ സീൽ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഹയർ സ്റ്റഡീസ് നിങ്ങൾ 5 വർഷം, അതായത് 5 അല്ല 8 മുതൽ 10 വരെ ആ ഒരു സ്കൂളിലാണ് പഠിച്ചതെന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതുപോലുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സിൻ്റെയും കോപ്പി ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.